അങ്ങനെ നമ്മുടെ തൊപ്പി അത് നമ്മുടെ ആദില നൂറയുടെ കേസിൽ ഒരു വീഡിയോയുടെ റിയാക്ഷൻ ആയിട്ട് ഇന്നലെ വന്നിട്ടുണ്ടെന്ന് ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ഞാൻ പറയട്ടെ, ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ ഇൻവൈറ്റ് ചെയ്തു പരിപാടിക്ക്. അപ്പൊ അതിൽ ആദില നൂറിയുള്ള കാര്യം പുള്ളി ഓർത്തില്ല, പുള്ളിയുടെ അറിവോടെ അല്ല അവരവിടെ വന്നതെന്നാ പറയുന്നത്. അപ്പം പെട്ടെന്ന് പുള്ളി ചിലപ്പം ഈ ആദില നൂറിനെ കണ്ടപ്പോൾ പുള്ളി പെട്ടെന്ന് ഞെട്ടിയിട്ടുണ്ടാവും. പക്ഷെ സ്റ്റിൽ ഡിസ്റെസ്പെക്ട് ചെയ്യാണ്ട് കൈ കൊടുത്ത്, ഞാൻ ആ വീഡിയോ ആണ്, കൈ കൊടുത്ത് ചിരിച്ചോണ്ട് അവരെ സ്വീകരിച്ചു. മനസ്സിലാവും, അവരുമായിട്ട് ഇയാൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഇയാൾ കൈ കൊടുത്ത് ചിരിച്ചോണ്ട് സ്വീകരിച്ച് കയറ്റി. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പി വ്യക്തമായി പറയുന്നുണ്ട്. അതായത് പുള്ളിക്കാരൻ വീട്ടിൽ കയറി വന്നപ്പോഴത്തേക്കും കൈ കൊടുത്ത് അത് സ്വീകരിക്കുന്നുണ്ടെന്ന് പുള്ളിക്കാരൻ വ്യക്തമായി പറഞ്ഞു. അതായത് ഇത് പുള്ളിക്കാരൻ്റെ അറിവോ സമ്മതം കൂടാണ്ട് വന്നു കയറിയ പോലെയാണ് ഈ തൊപ്പിയുടെ സംസാരം. പക്ഷെ അങ്ങനെയല്ല, ഇവരുടെ ഇവന്റ് മാനേജ്മെന്റ് ഇപ്പൊ ആരാണെങ്കിലും ഇവരുടെ ഇത് മാനേജ് ചെയ്യുന്ന ആരാണെങ്കിലും പുള്ളിക്കാരൻ്റെ മാനേജ് ചെയ്യുന്ന എന്തായാലും ഇവരൊരു ലിസ്റ്റ് കൊടുക്കും. അതായത് വിളിക്കേണ്ട ഒരു ലിസ്റ്റ് എന്തായാലും പുള്ളിക്കാരൻ കൊടുക്കും. അല്ലാണ്ട് കണ്ണിക്കണ്ടവർക്ക് ഈ പുള്ളിക്കാരൻ്റെ ടീംസിന് കണ്ണിക്കണ്ടവർക്ക് തോന്നിയ പോലെ ഒരു പേര് എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരെല്ലാം വിളിച്ചോളാന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പരിചയമില്ലാത്തവരൊക്കെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ഈ ലിസ്റ്റ് ഉണ്ടാക്കി ഇന്നവരെ വിളിക്കുന്ന ലിസ്റ്റ് ഉണ്ടാക്കി പുള്ളിക്കാരൻ നേരത്തെ കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷമായിരിക്കും ഓരോരുത്തരെ വിളിക്കുന്നത്. അതായത് ഇവരുടെ ആദില നൂറിനെ വിളിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്മിൻ്റെ ഇത് നമ്പർ മേടിച്ചിട്ടാണ് ആദില നൂറിനെ കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഇവർ വീട്ടിൽ വിളിക്കുന്നത്. അല്ലാണ്ട് ഇവർ വലിഞ്ഞു കയറി വന്നതല്ല. പിന്നെ രണ്ടാമത് തൊപ്പി പറയുന്ന കാര്യമുണ്ട്. അതായത് ഇവർ വീട്ടിൽ വന്നിട്ട് ഷെയ്ക്ക് ഹാൻഡ് പുള്ളി അവിടെ വെച്ച് ഇൻസൾട്ട് ചെയ്തിരുന്നു. അതായത് ഇവർ തൊപ്പി പറയുന്നത് കേട്ടാൽ തോന്നും അതായത് അവർ വലിഞ്ഞു കയറി വന്നാന്ന് തോന്നും. അതായത് ഇൻവിറ്റേഷൻ കിട്ടി വരുന്ന ഒരാളെ നോർമലി എല്ലാവരും ഇപ്പം ഞാനിപ്പോൾ ഒരാളെ വീട്ടിൽ പോയി വിളിച്ചു, അതായത് എൻ്റെ വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അയാളെ സ്വീകരിക്കണം, അത് എൻ്റെ മര്യാദയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ലെസ്ബിയൻ ആണെന്ന് പറഞ്ഞിട്ട് എന്തോ ഇഷ്യൂ അവരുടെ കമ്മ്യൂണിറ്റിക്ക് എതിരെയാണെന്ന് പുള്ളി സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ LGBT കമ്മ്യൂണിറ്റിയിലുള്ള ബാക്കി രണ്ട് മൂന്ന് പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നാദരയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ 2-3 പേര് LGBT പെട്ട 2-3 പേരും കൂടെ ആ പാർട്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നിലപാടില്ലേ? അത് പുള്ളിക്കാരൻ മറ്റേ ഇതേപോലെ സമൂഹത്തിനെതിരായിട്ട് നടക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ബാക്കിയുള്ള LGBTക്കാരെ വിളിച്ച സമയത്ത് അതിന് നിലപാടില്ലേ? ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നതായിട്ടല്ല, ഞാൻ ഇവരുടെ LGBTQ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്നതായിട്ടല്ല പറയുന്നത്. എന്തായാലും പുള്ളിയുടെ നിലപാടാണ് ഞാൻ പറയുന്നത്. അതായത് ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ മറ്റേ ഒരു പേഴ്സണലായിട്ട് ഒരാളെ ഇത് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് സംസാരിക്കുന്ന പോലെ ആയിപ്പോയി. അത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.